കറ്റാർവാഴന്റെ ഗുണങ്ങൾ ഒന്നും കൂടെ പറഞ്ഞോളൂ. കറ്റാർവാഴ ഉണ്ട്. കറ്റാർവാഴ മുടിക്ക് മാത്രല്ല നമ്മുടെ ശരീരത്തിൽ ഒട്ടുമിക്ക രോഗങ്ങൾക്ക് തന്നെ ഉള്ള ഒരു പ്രതിവിധിയാണ് കറ്റാർവാഴ. കറ്റാർവാഴ ഈ ഗർഭപാത്രത്തിലുള്ള പരുക്കള് ഇതൊക്കെ കളയാനായിട്ട്, അതേപോലെ ചെന്നിനായക ഉണ്ടല്ലോ, ചെന്നിനായക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നത് ഈ കറ്റാർവാഴ ഉണക്കിയിട്ടാണ്, അതിന് നീരെടുത്തിട്ടാണ്. കറ്റാർവാഴക്കും കുറെ അധികം ഗുണങ്ങളുണ്ട്. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോ മുടി വളർച്ചയ്ക്കുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ്, മുടിക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ കറ്റാർവാഴ. അതുപോലെ തന്നെ അതാ നമ്മുടെ കിയാർനെല്ലി, എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ കിയാർനെല്ലി ഇത് കണ്ടോ? കിയാർനെല്ലി എന്തിനാണ് നമ്മുടെ ഹെയർ ഓയിലിൽ ചേർക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ലായിരുന്നോ? കിയാർനെല്ലി ചേർക്കുന്നത് നമ്മുടെ തലയിലൊക്കെ വട്ടത്തിൽ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകുമല്ലോ, അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ കിയാർനെല്ലി അതിൽ ചേർക്കുന്നത്. മുടി കൊഴിച്ചിൽ, വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോണതിനുള്ള ഇതായിട്ടാണ്. ഇതെല്ലാം ഇതിൻ്റെതായ പാകത്തിലും പരുവത്തിലും ഉപയോഗിച്ചാലേ നമ്മൾ ഉദ്ദേശിച്ച ഗുണം കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോ കഞ്ഞുണ്ണി ഞാൻ കാണിച്ചു തരാം. ഇത് കഞ്ഞുണ്ണിയാന്ന് ഞാൻ ആദ്യം കരുതി. ഇത് കഞ്ഞുണ്ണി. ഇത് ഏത് ചെടിയാണാവോ? ഇത് ഔഷധ സസ്യമല്ല. ഓക്കെ, നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഔഷധ സസ്യമല്ലാത്തൊരു സാധനം വന്നുകൂടിയിരിക്കുന്നു. കഞ്ഞുണ്ണിയാണ് കരുതിയിട്ടാണ് ഞാൻ ചാടി കയറി പറിച്ചത്. കഞ്ഞുണ്ണി അല്ല അത്. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനത്തെ ഇലകൾ കണ്ടു എന്ന് പറഞ്ഞാൽ കഞ്ഞുണ്ണി പോലെ ഉണ്ട്. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് എടുക്കണം. അപ്പൊ ഇങ്ങനത്തെ ഇലകളൊന്നും ആരും എടുക്കാതിരിക്കുക. കൈതോണി ഇതൊരു മരുന്നാണ്. ഇതൊക്കെ മരുന്നുകളാണ്. നീലാംബരിനെ കുറിച്ച് ഒന്നും കൂടെ പറയാം. ഹലോ, നമ്മുടെ നീലാംബരി കണ്ടപ്പോഴാണ് ഇതിനെ കുറിച്ചൊന്ന് പറയണം എന്ന് തോന്നിയത് കേട്ടോ. നീലാംബരി നല്ല നല്ല മൂത്ത് വിത്തൊക്കെ ആയി നിൽക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ പ്രകൃതി ഹെയർ കെയർ ഓയിലിൽ ധാരാളമായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നീലാംബരി. നീലാംബരി എല്ലാം ഇതേപോലുള്ള വേറെ ഇലകളും ഉണ്ട് കേട്ടോ, പക്ഷെ നീലാംബരി ആവില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയെടുക്കണം. നീലാംബരിക്ക് ഇതാ ഇതുപോലെ വിത്തുണ്ടാവും, ഇതുപോലെ ഇല ഉണ്ടാവും, തണ്ട് കണ്ടിട്ടാണോ ഇത് മുളപ്പിക്കുക? അതെ, വിത്ത് ദാദ മൂത്ത വിത്ത് കണ്ട നല്ല. പിന്നെ ദാദ പാകമായി വരുന്ന വിത്തുകള്. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട ഗുണം എന്താന്ന് വെച്ചാല് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാന്. ഇപ്പൊ എല്ലാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അകാലനര. അകാലനര മാറുമോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ അകാലനര മാറ്റാനൊക്കെ ഇത് ഹെയർ ഓയിലിൽ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗുണം ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ ഇതൊരു ഔഷധ സസ്യമാണ് കേട്ടോ. ഇത് അറിയോ? അതിന്റെ പേരറിയോ? ശംഖുപുഷ്പമൊക്കെ ഇപ്പൊ ഒരു ട്രെൻഡാണല്ലോ. എന്ത് ശംഖുപുഷ്പത്തി? ഫുഡിലൊക്കെ കളറൊക്കെ ചേർക്കാൻ വേണ്ടി ശംഖുപുഷ്പം നാച്ചുറൽ ആയിട്ടൊക്കെ നമ്മളിപ്പോ ബ്ലൂ കളർ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. വല്ലതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിനൊരു സംഭവം കൂടി പരിചയപ്പെടുത്താം. ഓക്കെ, ഇതാ ഈ വള്ളി പോലെ കിടക്കുന്ന സംഭവം കണ്ടോ? ഇതിന്റെ സാധനമേ ഒരു മാറ്റം അല്ലേ? ഇതെന്താ മനസ്സിലായ? ഇതിന്റെ പേരെന്തായിരുന്നു? അവിടുന്ന് പറഞ്ഞു. ഇത് എലുമ്പുരുക്കി. എലുമ്പുരുക്കി എന്ന് പറയും. എല്ലിരിക്കത്തിനല്ല, ഇത് ചതവ് ഒടിവൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ അല്ല, എല്ലുരുക്കെന്ന് പറഞ്ഞാൽ അത് സംഭവം മാറി. നമ്മളെന്താണ് ഇത്, നമുക്ക് ചതവ് ഒടിവ് ഉളുക്ക് സ്പോർട്സ് ഒക്കെ കളിക്കുമ്പോ അങ്ങനെയൊക്കെ പറ്റൂലേ. അപ്പൊ ഇത് ഈ എലുമ്പൊക്കെ പൊട്ടിപ്പോയാൽ അതിനെ കൂട്ടാനുള്ള, എലുമ്പ് കറക്റ്റ് ആക്കാനുള്ള ഒരു കഴിവ് ഈ ചെടിക്കുണ്ട്. അതാണ് ഇതിന് എലുമ്പുരുക്കി എന്നാണ് പറയുന്നത്. നമ്മളെ പപ്പ പഠിപ്പിച്ചെന്ന പേരാണ് എലുമ്പുരുക്കി. എലുമ്പ് പൊട്ടി പോകുന്നുള്ളത്. പപ്പ എന്ന് പറയുന്നത് വേറെ ആരുമല്ല. ആരാന്നും കൂടെ പറഞ്ഞു. പപ്പ നമ്മുടെ വൈദ്യരാണ് കേട്ടോ. നമുക്ക് ഈ മരുന്നുകളെ അതിനെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോയിൽ പറയാം. നല്ല പപ്പനെ കുറിച്ച് പറഞ്ഞാലും 1-2 വീഡിയോയിലൊന്നും തീരൂല. അപ്പൊ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ എലുമ്പ് ഇത് ഹെയർ ഓയിലിനല്ല, ഇതെന്തിനാ? തൈലത്തിന്. പെയിനുള്ള ഒടിവ്, ചതവ്, ഉളുക്ക് അതിനൊക്കെയുള്ള തൈലുണ്ടല്ലോ നമ്മളെ കിട്ടുന്നത്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടുല്ലേ. പ്രകൃതി ഹെയർ കെയർ ഓയിലാണെങ്കിലും പ്രകൃതി പ്രോഡക്ട്സിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ചെടികൾ മാത്രമേ നമ്മളിപ്പോ കാണിച്ചു തന്നിട്ടുള്ളൂ. ഒരുപാട് ചെടികൾ നമുക്ക് ഇനിയും കാണിക്കാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ചാൻസിൽ നമ്മളിവിടെ വന്നപ്പോ ഇതെന്താന്ന് ഇവിടെ ചോദിച്ചപ്പോ നമ്മൾ ജസ്റ്റ് പലതരം ചെടികളെ കുറിച്ച് അറിയുമ്പോൾ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുക. അതുകൊണ്ട് ഇവിടെ ഈ കാണുന്നതിൽ എത്രങ്ങാനും ചെടികളെ പറ്റി ഇപ്പൊ നമ്മൾ അറിഞ്ഞു. അപ്പൊ ഇനി ഒരുപാട് ചെടികൾ ഉണ്ട് എന്നാണ് മുത്തമ്മ പറയുന്നത് ഇപ്പോ. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനത്തെ കുറെ ചെടികളോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി ഒരു വീഡിയോയിലും കൂടെ വരുന്നതായിരിക്കും. അപ്പോ തൽക്കാലം നമുക്ക് എല്ലാവർക്കും